ഹലോ കൂട്ടുകാരെ, മാങ്ങപ്രേമികളൊക്കെ ഓടിവായോ, നിങ്ങളെ ഞാനൊന്ന് കൊതിപ്പിക്കാൻ പോവാ കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഒരു ബൗളിലോട്ട് കുറച്ച് മാങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് ഈത്തപ്പഴം വേണം, അതും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളൂ, കാണാവേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പഴുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പാകം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോഴും നല്ല വിളഞ്ഞ മാങ്ങ നോക്കി എടുത്ത് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി ഒന്നും കളയണ്ട, ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് ഈത്തപ്പഴം വേണം, ഒരു 6-7 എടുത്തോളൂ. അതിന്റെ ആ കുരു കളഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവുമേ. അതും കൂടെ ചേർത്ത് നമുക്കിത് ഒന്ന് അരച്ച് കൊണ്ടുവരാം, ഒന്ന് ക്രഷാക്കി കൊണ്ടുവരാം. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാൻ നട ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ വേണം, കുറച്ച് പുളിവെള്ളം തയ്യാറാക്കണം. അതിനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം ദാണ്ട് ഈ ഒരു സൈസിന് പുളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് നെല്ലിക്കേൻ്റെ സൈസ് പുളിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിനി വെയിറ്റിംഗ് ഒന്നുമില്ല, അന്നേരം തന്നെ കൈവച്ച് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി നമുക്കതിൻ്റെ പുളി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്നങ്ങ് പുളി പിഴിഞ്ഞെടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തോളായിരുന്നു കേട്ടോ. ഇനി ആ കൊന്തൊക്കെ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ അതാണ്ട് ഇനി ഇതും നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വളരെ എളുപ്പമാണ് പരിപാടികൾ. ആദ്യം ഒരു ബൗൾ എടുക്കുക, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം കേട്ടോ എടുക്കാൻ, അത് ശ്രദ്ധിച്ചാൽ മതി. ചെറിയൊരു കുപ്പി ആയാലും മതി. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അതായത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി വേണം. അപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം നല്ല എരിവൊക്കെ വേണമെന്നുള്ളവർ മറ്റേ എരിവുള്ള മുളക് പൊടി ചേർത്തോളൂ. കാശ്മീരി അതിൻ്റെ പേരിൽ ഞാനൊരു 1.25 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, നമുക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് കുലുക്കിയാൽ മതി. നന്നായിട്ട് കുറച്ച് ശക്തിയിൽ ബലത്തിലൊക്കെ അങ്ങോട്ട് കുലുക്കി എടുക്കണം. അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് കുലുക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണേ. അപ്പോൾ ദാണ്ട ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് തുറക്കുമ്പോഴുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഇതിലൊരെണ്ണം എടുത്ത് കഴിക്കണം, എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോഴ് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വിളഞ്ഞ മാങ്ങ നോക്കി എടുക്കുക. പഴുത്ത മാങ്ങയിലും അടിപൊളിയാണ് ഇവിടെ ചെയ്യാൻ. ഇതിങ്ങനെ തിന്നോണ്ടിരിക്കും. ഞാനിത് ഈ വീഡിയോ എടുത്തങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ തിന്ന് തീർത്തു കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.